ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പിലെ സമരനായകൻ പുഷ്പൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ആയിരുന്നു അന്ത്യം. 1994 നവംബർ 25 കൂത്തുപറമ്പ് സമരത്തിനിടയിലാണ് വെടിയേൽക്കുന്നത്. സുഷുമ്ന നാഡിക്ക് പരുക്കേറ്റ് കഴുത്തിന് താഴെ തളർന്ന് പോവുകയായിരുന്നു. 3 പതിറ്റാണ്ടായി കിടക്കയിൽ തന്നെയായിരുന്നു പുഷ്പൻ. MS അനീഷ് കുമാർ അതിന്റെ വിവരങ്ങൾ നൽകും. അനീഷ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയായിരുന്നു പുഷ്പൻ. ജീവിക്കുന്ന രക്തസാക്ഷിയായി ഒരുപാട് വീര ചരിതം എഴുതിയിട്ടുണ്ട് പുഷ്പനെ കുറിച്ചുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് അദ്ദേഹത്തിന്റെ പോരാട്ടം, അദ്ദേഹം അനുഭവിച്ച സഹന സൂര്യൻ എന്നുള്ള വിശേഷണമാണ് പലപ്പോഴും പുഷ്പന് നൽകാറുള്ളത്. പുഷ്പന്റെ വിയോഗം, അത് അദ്ദേഹത്തിന്റെ മരണം ഉറപ്പായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, CPM സംബന്ധിച്ച് വലിയ ദുഃഖത്തിലാകുന്ന കാര്യമാണെന്നത് സംശയമില്ല. MS അനീഷ് കുമാർ ചേർന്നു വിവരങ്ങളുമായി. അനീഷ്, എപ്പോഴായിരുന്നു അന്ത്യം? ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഔദ്യോഗികമായി ഈ മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. CPM അല്ലെങ്കിൽ ഇടതുപക്ഷ വിഭജന സംഘടനയായ ഡിവൈഎഫ്ഐയുടെ ചരിത്രത്തിലെ ഏറ്റവും ലക്ഷ്യരഹിതമായ ഒരു സമരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് കൂത്തുപറമ്പ് വെടിവെപ്പ്. 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കൂത്തുപറമ്പ് വെടിവെപ്പ്. ഇതിൽ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. ജില്ലാ നേതാക്കളടക്കമുള്ള ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ഈ വെടിവെപ്പിൽ പരിക്കേറ്റ് വർഷങ്ങളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു പുഷ്പൻ. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന രീതിയിൽ തന്നെയാണ് പുഷ്പനെ ഇടത് ചരിത്രം അല്ലെങ്കിൽ CPM ചരിത്രം എപ്പോഴും ഓർക്കുന്നത്. അങ്ങേയറ്റം ഗുരുതരമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു പുഷ്പൻ. സുഷുമ്ന നാഡിക്കാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. നിവർന്നിരിക്കാൻ പോലും ആവാതെ അങ്ങേറ്റം മോശമായ ആരോഗ്യസ്ഥിതിയിൽ തന്നെയാണ് അദ്ദേഹം ഓരോ തവണയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വകാര്യ വിദ്യാഭ്യാസത്തിനെതിരെ അല്ലെങ്കിൽ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരായി ഉയർന്നു ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നായിരുന്നു കൂത്തുപറമ്പോട് പോരുന്നുണ്ട്. ഒപ്പം സുഖൻ ഉണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വലിയൊരു സമരം, ഒരു കൂത്തുപറമ്പ് ഏറ്റവും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സമരങ്ങളൊന്നും കൂടിയാണ് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വവും പുഷ്പൻ്റെ സഹന ജീവിതമൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ ആഗോളവൽക്കരണ നയങ്ങൾക്ക്, സ്വകാര്യവൽക്കരണ വാണിജ്യവൽക്കരണ നയങ്ങൾക്കെതിരായിട്ട് യുവജന വിദ്യാർത്ഥി രംഗത്തുണ്ടായ മഹത്തായ ഇളകിമറിയലുടെ പ്രക്ഷോഭങ്ങളുടെ ഒരു ചരിത്ര സന്ദർഭത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ ഒരു അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെയും മറ്റു രീതിയിലുള്ള വ്യക്തിവൽക്കരണത്തിൻ്റെയൊക്കെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറിയ പുഷ്പൻ വലിയ രീതിയിൽ രാഷ്ട്രീയ ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിൽ സഹായിച്ചൊരാളാണ്. അദ്ദേഹത്തെ ചെന്ന് കാണുന്ന എല്ലാ ആളുകളോടും ഏറ്റവും ആനുകാലികമായ രാഷ്ട്രീയത്തെയും ലോക സംഭവങ്ങളെയും കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങേയറ്റം രാഷ്ട്രീയോന്മുഖമായ സമരോത്സുകമായ ഒരു ജീവിതമാണ് കേരളീയ പൊതുസമൂഹത്തിന് പുഷ്പൻ നൽകിയത്. എല്ലാവിധ പ്രതികൂല അവസ്ഥയിലേക്ക്, ആരോഗ്യപരമായ എല്ലാവിധത്തിലുള്ള വിഷമങ്ങൾക്കിടയിലും രാഷ്ട്രീയത്തെ ഏറ്റവും പ്രധാനമായി കണ്ട് ഇടതുപക്ഷത്തിൻ്റെ സമരോത്സുക രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ ഒരു പാഠപുസ്തകം പോലെ നമ്മളെ സഹായിച്ച ആളാണ് സഖാവ് പുഷ്പൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദർഭത്തിൽ കേരളത്തിലെ പൊരുതുന്ന ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടം തന്നെയാണ്. തീർച്ചയായിട്ടും സ്വന്തം ജീവിതം കൊണ്ട്, അതെത്ര സഹനപൂർണമായിട്ടും ജീവിതം കൊണ്ട് പോരാട്ടത്തിൻ്റെ മുഖത്തുനിന്ന് പിന്മടങ്ങാൻ പാടില്ല എന്ന് സാമൂഹ്യമായ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അതിനെതിരായി നിൽക്കുന്ന നയങ്ങൾക്കുമെതിരായിട്ടുള്ള പോരാട്ടം പരമപ്രധാനമാണെന്ന് പഠിപ്പിച്ച ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ ജീവിതം ഇടതുപക്ഷ യുവജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ എന്നും ഒരു മാതൃകയായി തീരേണ്ടതാണ്. ചരിത്രമാണ് ആ സമരത്തിലൂടെ രേഖപ്പെടുത്തപ്പെട്ടത്. കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നായി അത് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് കാലം.
40 വർഷത്തോളം നീണ്ട ആ ഒരു സമരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദിശാസന്ധി സ്വാശ്രയ വിഷയം ഇപ്പം മറ്റു പല വിഷയങ്ങളുമായിരുന്നു അദ്ദേഹം 3 പതിറ്റാണ്ടിലധികം എങ്ങനെ സഖാവ് പുഷ്പന് ഇങ്ങനെയുള്ള ഒരു വലിയ ആഘാതമേറ്റ ആ വലിയ പ്രക്ഷോഭത്തിൽ അതിൻ്റെ ഭാഗമായിരുന്നു ഞങ്ങളെല്ലാം. വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് നിന്ന് വന്ന് യുവജന പ്രസ്ഥാനത്തിലേക്ക് വന്ന ആ സമയത്താണ് ഈ പ്രക്ഷോഭം വരുന്നത്. അന്ന് സഖാവ് രാജീവനും ബാബുവും ഷിബുലാലും റോഷനും മധുവും ഒക്കെ രക്തസാക്ഷികളാവുകയും പുഷ്പന് രക്തസാക്ഷിത്വത്തോടൊപ്പം നിൽക്കുന്ന വലിയ മാരകമായ പരിക്കേൽക്കുകയും ഈ അവസ്ഥയിലാവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം സഖാവ് പുഷ്പൻ നമ്മൾ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയും നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വിശേഷിച്ച് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആളുകളും നിരന്തരം പുഷ്പനെ പോവുകയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹം ലോകത്തിലുള്ള നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ള ഏറ്റവും പുതിയ രാഷ്ട്രീയ സംഭവങ്ങൾ സാമൂഹ്യമായ ചലനങ്ങളൊക്കെ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും. പുഷ്പനെ സന്ദർശിക്കുമ്പോൾ പുഷ്പനുമായിട്ട് സംസാരിക്കുന്ന സമയത്തെല്ലാം ഒരു പുതിയ ഊർജ്ജമായിട്ടാണ് ആൾക്കാർ വരിക. നമ്മളെ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു സാന്നിധ്യമായിരുന്നു എല്ലാ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വിശേഷിച്ച് യുവ സമൂഹത്തിന് ഒരു പ്രതീക്ഷയും ആവേശവും ഒക്കെ നൽകുന്ന ഒരു സാന്നിധ്യമാണ്. അതാണ് ഇല്ലാതായത്. അത് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ സഹനം എന്ന് പറയുന്നത് അദ്ദേഹം ഈ 10-30 വർഷക്കാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അനുഭവിച്ച വിഷമങ്ങളുണ്ടല്ലോ ഈ പരിക്കേരത്തോടെ പൂർണ്ണമായിട്ടും കിടപ്പായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു വലിയൊരു ആത്മവിശ്വാസത്തോടെ തന്നെ കാണാൻ വരുന്ന ആളുകൾക്ക്, പുതിയ തലമുറയിലെ ആളുകൾക്ക് ഇങ്ങനെയായതിന് നിരാശയല്ല, ആത്മവിശ്വാസവും പ്രതീക്ഷയും പകർന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഏറ്റവും പുതിയ രാഷ്ട്രീയ സംഭവങ്ങളും മറ്റൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും പ്രതീക്ഷ നൽകുന്ന നിലയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഒരിക്കലും ഇതിലൊരു നിരാശനായ പുഷ്പനെ അല്ല നമ്മൾ കണ്ടത്. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം ഒരു വിപ്ലവകാരിക്ക് ഒത്തിണങ്ങും വിധത്തിലുള്ള ആത്മവിശ്വാസവും അതുപോലെ നിലപാടുകളും അദ്ദേഹം ജീവിതാന്ത്യം വരെ പുലർത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവിടെ വന്ന സമയത്ത് പോലും, വന്നതിന് ശേഷമാണല്ലോ ഈ അൺകോൺഷ്യസ് ആയ സാഹചര്യത്തിലേക്ക് വരുന്നത്, ആ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെയാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, പുഷ്പൻ ഇല്ലാതാവുന്ന അതൊരു ഒരു ഒരു വ്യക്തി മാത്രമല്ല, അത് പുഷ്പൻ തന്നെ സ്വയം ഒരു പ്രസ്ഥാനമായി മാറി. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പുരോഗമന യുവജന വിദ്യാർത്ഥി എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഊർജം പകരുന്ന ഒരു സാന്നിധ്യമായി അദ്ദേഹം തന്നെ ഒരു സ്വയം പ്രസ്ഥാനം ആയി വികസിച്ചു വരുന്ന നിലയാണുള്ളത്. അപ്പോൾ അതാണ്, അതുകൊണ്ട് അത് പുഷ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഇല്ലാതാവൽ മാത്രമല്ല ഇവിടെ സംഭവിച്ചത്. അതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഊർജം പ്രസരിപ്പിച്ച ഒരു വിപ്ലവ സാന്നിധ്യം ഇല്ലാതാവുന്നു എന്നതാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ ഊർജം പ്രസരിപ്പിച്ചിരുന്ന ഒരു വിപ്ലവ സാന്നിധ്യം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കുക. കാരണം രക്തസാക്ഷികളാണ് എക്കാലത്തും പാർട്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകളായി കരുതുക. അതിൽ തന്നെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറുക എന്നത് ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അങ്ങേ തലത്തിൽ നിന്നുള്ള ഒരു സഹനം തന്നെയാണ്. അപ്പോഴും തൻ്റെ അനാരോഗ്യ സ്ഥിതിയിലും ആ പാർട്ടിയെ തള്ളിപ്പറയുന്നതിനോ അല്ലെങ്കിൽ വിപ്ലവം പരാജയപ്പെട്ടെന്നോ അല്ലെങ്കിൽ ആ സമരം പരാജയപ്പെട്ടെന്നോ എന്നോ ഒരു കാലത്തും പുഷ്പൻ്റെ ഭാഗത്തു നിന്നും ഒരു പരാമർശങ്ങളും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തായാലും ആ മുദ്രാവാക്യങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്ന് തന്നെയാണ് ഓരോ നേതാക്കളും പറയുന്നത്. അങ്ങനെ കിടക്കുമ്പോഴും പോരാളികളുടെ പോരാളിയായിട്ടാണ് സഖാവ് പുഷ്പൻ അറിയപ്പെട്ടിരുന്നത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ ധാരണയുള്ള സഖാവായിരുന്നു സഖാവ് പുഷ്പൻ. ഈ വിഷയങ്ങളെല്ലാം നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന സഖാവായിരുന്നു. ആ സഖാവ് എല്ലാ കാലത്തും പുരോഗമന ആശയഗതിക്കാർക്ക് ഊർജമായിരിക്കും, കരുത്തായിരിക്കും. ആ പോരാളികളുടെ പോരാളി എല്ലാ കാലത്തും ഊർജമായി സമര പോരാട്ടങ്ങളുടെ ജ്വലിക്കുന്ന ഓർമ്മയായി നമുക്കിടയിൽ ഉശിരോടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്.
അനാരോഗ്യത്തിനിടയിലും ഒരിക്കലും ആ സമരത്തെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ ഇല്ലല്ലോ. കാരണം ഏറ്റവും ഐതിഹാസികമായ ഒരു സമര പോരാട്ടത്തെ ബോധപൂർവമായി ഇല്ലാതെയാക്കാൻ, തകർക്കാൻ, സമരത്തെ തകർത്ത് സമര പോരാളികളെ വകവരുത്താനായിരുന്നല്ലോ ബോധപൂർവം ശ്രമിച്ചത്. അതിനുവേണ്ടിയല്ലേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പോലീസ് വെടിവെച്ചത്. ഈ സമരത്തിന് നേരെ വെടിവെക്കുക എന്നുള്ള ഒരു ഹീനമായ കാര്യമായിരുന്നല്ലോ. ഏറ്റവും അപകടകരമായ ഒരു സ്റ്റെപ്പായിരുന്നു അന്ന് കേരളത്തിലെ UDFൻ്റെ ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ പോലീസ് എല്ലാം എടുത്ത സമീപനം. ആ പോരാളികളെ തകർക്കാൻ വെടിവെച്ച ആ സമരത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വെടിവെപ്പിൽ മരണപ്പെട്ട 5 സഖാക്കളോടൊപ്പം വെടിയേറ്റ സഖാവ് പുഷ്പനാണ് കഴിഞ്ഞ 30 വർഷക്കാലയളവിൽ നമുക്കിടയിൽ ജീവിച്ചത്. ആ ജീവിത കാലയളവിലെല്ലാം അദ്ദേഹം വിശ്വസിച്ച പ്രസ്ഥാനത്തിന് കരുത്തു പകരുന്നതിനാവശ്യമായ ഇടപെടലുകൾക്കായിരുന്നു നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ആ അദ്ദേഹത്തിൻ്റെ മരണവും ഈ നാടിന് നൽകുന്ന സന്ദേശം പോരാളികൾക്ക് മരണമില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും CPMൻ്റെയും DYFIയുടെയും ഒക്കെ മുതിർന്ന നേതാക്കൾ പുഷ്പനെ അനുസ്മരിക്കുന്ന വാക്കുകളാണ് നമ്മൾ കണ്ടത്. പോരാളി എന്ന രീതിയിൽ തന്നെയാണ് DYFIയുടെ സംസ്ഥാന നേതാക്കളടക്കം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഒരു സമരത്തിൽ പങ്കെടുക്കുക, അതിനു നേരെ രൂക്ഷമായ രീതിയിൽ വെടിവെപ്പുണ്ടാവുക, മരണകാലം വരെ ശയ്യാവലംബനായി കിടക്കേണ്ടി വരിക, അത്തരമൊരു ഘട്ടത്തിലും ഈ നടന്നുപോയ വിപ്ലവത്തെ അല്ലെങ്കിൽ നടന്നുപോയ സമരത്തെ തള്ളിപ്പറയാൻ പുഷ്പൻ ഒരുങ്ങിയിട്ടില്ല എന്നാണ് CPM നേതാക്കൾ എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അന്നത്തെ സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ നയരാഹിത്യങ്ങൾക്കെതിരായ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തുന്ന പരിഷ്കരണങ്ങൾക്കെതിരായ, തെറ്റായ നയങ്ങൾക്കെതിരായ ഒരു ഉശിരൻ പോരാട്ടമായിരുന്നു ഇത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ഈ ആശുപത്രിയിൽ, ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അന്നത്തെ വെടിവെപ്പിൽ അദ്ദേഹത്തിൻ്റെ സുഷുമ്നാ നാഡിക്ക് കാര്യമായ തകരാർ പറ്റുകയും ആന്തരിക അവയവങ്ങൾ പോലും വളരെ ബാധിക്കുന്ന രീതിയിലുള്ള പരിക്കുകൾ പറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് ജീവിതകാലത്തുടനീളം ഈ പരിക്കുകൾ അദ്ദേഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 8 മണിയോടുകൂടി ഇവിടെ നിന്നും ഈ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുപോകും. പാർട്ടി പ്രവർത്തകർ, യുവജന സംഘടനാ പ്രവർത്തകർ എന്നിവരൊക്കെ ഇവിടെ എത്തും. അതൊരു വിലാപ യാത്രയായി കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ സ്വദേശമായ ചൊക്ലിയിലേക്ക് കൊണ്ടുപോകും. അവിടെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള CPM നേതാക്കളടക്കം ഇവിടേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അവർ കൂടി അല്പസമയത്തിനകം ഇവിടെ എത്തും. അതിനുശേഷമാവും സംസ്കാരമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരം തയ്യാറാക്കുക, അല്ലെങ്കിൽ ആ സംസ്കാര ചടങ്ങുകളുടെ ഒരു ക്രമം തയ്യാറാക്കുക എന്നാണ് CPMൻ്റെ കോഴിക്കോട് ജില്ലാ നേതാക്കളും DYFIയുടെ സംസ്ഥാന ഭാരവാഹികളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പുഷ്പൻ്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി പാർട്ടി പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിലവിൽ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ ഒരു ആൾ എന്ന രീതിയിൽ തന്നെയാണ് പുഷ്പനെ കരുതിയിരുന്നത്. ജീവിക്കുന്ന രക്തസാക്ഷി, പോരാളികളുടെ പോരാളി എന്നീ പേരുകളിലൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ചുള്ള പാട്ടുകൾ പോലും ഈ CPM അണികൾക്ക് വലിയ ആവേശം പകരുന്നതാണ്. പാർട്ടി വേദികളിലൊക്കെ പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചുള്ള പാട്ടുകൾ പാടുകയും അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ്. എന്തായാലും ആ സഹന സമരങ്ങൾ പൂർത്തിയാക്കി യൗവന തീക്ഷ്ണമായ ഒരു സമര തീക്ഷ്ണമായ കാലം അവസാനിപ്പിച്ച് പുഷ്പൻ കാലയവരികൾക്കുള്ളിലേക്ക് മറഞ്ഞിരിക്കുന്നു. വലിയ ആവേശമുയർത്തിയ ഒരു പാർട്ടി സഖാവിനെയാണ് നഷ്ടപ്പെട്ടത് എന്നാണ് നേതാക്കൾ ഓരോരുത്തരായി പറയുന്നത്. അണികൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി മൃതശരീരത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം രാവിലെ 8 മണിയോടെയാവും മൃതശരീരം അദ്ദേഹത്തിൻ്റെ സ്വദേശമായ കണ്ണൂർ ജില്ലയിലെ ചൊക്ലിയിലേക്ക് കൊണ്ടുപോവുക. കണ്ണൂർ ജില്ലാ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അടക്കമുള്ള ആളുകൾ, വലിയ നേതാക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷമാവും സംസ്കാര സമയമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാവുക എന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി സഹനസൂര്യൻ എന്നൊക്കെ വിശേഷണമുള്ള പുഷ്പൻ അന്തരിച്ചു. കോഴിക്കോടാണ് മരണം. ഡിവൈഎഫ്ഐ തന്നെ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു നിലവിൽ താമസം. ഏറ്റവും ഒടുവിൽ പുഷ്പനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ പ്രിയ സഖാവിനെ കാണാൻ ഒന്ന് ചെരിഞ്ഞു നോക്കി കണ്ണുമടങ്ങുന്ന പുഷ്പനെയായിരിക്കും എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവുക. പുഷ്പൻ അങ്ങനെ വിടവാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷി പദം ഒഴിഞ്ഞുകൊണ്ട്.